ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും വിശ്വസിച്ച ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ, അല്ലെങ്കിൽ എന്തിനും കൂടെയുണ്ടാകുമെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിച്ച ഒരു സുഹൃത്ത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർ നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയപ്പോൾ നിങ്ങളുടെ അവസ്ഥയെന്തായിരുന്നു? സങ്കടം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങളുടെ കൈകൾ വിറച്ചിട്ടുണ്ടോ? ശ്വാസം മുട്ടുന്ന ആ നിമിഷത്തിൽ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ കണ്ണുനീർ കൊണ്ട് തലയണ നനച്ച് എന്തുകൊണ്ടവരെന്നോടിത് ചെയ്തു എന്ന് 1000 തവണ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും. അവരോട് പോയി അലറി വിളിക്കാനും അവർ ചെയ്ത തെറ്റുകൾ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനും എങ്ങനെയെങ്കിലും ഒരൊറ്റ പ്രതികാരം ചെയ്യാനും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഓരോ നിമിഷവും ആവശ്യപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിലെ രക്തം തിളയ്ക്കുന്നുണ്ടാകും. എന്നാൽ നിൽക്കൂ, വൈകാരികമായി പ്രതികരിക്കുന്ന ഏതൊരു മനുഷ്യനും പരാജയപ്പെടുകയുള്ളൂ. നിങ്ങളെ ചതിച്ചവർക്കും അപമാനിച്ചവർക്കും നിങ്ങൾ നൽകേണ്ട യഥാർത്ഥ മറുപടി എന്താണെന്ന് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വെറും മോട്ടിവേഷൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ അപമാനങ്ങൾക്കും പകരം ചോദിക്കാനുള്ള വ്യക്തമായ മൂർച്ചയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സങ്കടം പൂർണ്ണമായും മാറും. പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള വലിയൊരു തീ നിങ്ങളുടെ ഉള്ളിൽ ജനിക്കും. ആ തീ നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. ഒരാൾ നിങ്ങളെ ചതിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇതായിരിക്കും: ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു. എൻ്റെ സമയവും അധ്വാനവും സമ്പത്തുമെല്ലാം അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. എന്നിട്ടും അവർ എന്നോടിത് ചെയ്തല്ലോ. ഈ ഒരു ചിന്തയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തുന്നത്. നിങ്ങളുടെ നന്മയെ അവർ എങ്ങനെ ചൂഷണം ചെയ്തു എന്നോർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. എന്നാൽ ചാണക്യൻ മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ച് പറയുന്ന അതികഠിനമായ എന്നാൽ പച്ചയായ ഒരു സത്യമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചാണക്യൻ പറയുന്നു, സ്വാർത്ഥതയില്ലാത്ത ഒരു ബന്ധവും ഈ ഭൂമിയിലില്ല. ഓരോ സൗഹൃദത്തിനു പിന്നിലും ഓരോ സ്നേഹത്തിനു പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു താൽപ്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. ഈ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. എന്നാൽ ഇതാണ് ലോകത്തിന്റെ രീതി. നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ അവർ പൂർണ്ണമായും നിസ്വാർത്ഥരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ അവരെ നിങ്ങളുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും നൽകാനില്ലാതാകുന്ന ആ നിമിഷത്തിൽ അവരുടെ പെരുമാറ്റം മാറും. അവരുടെ മുഖത്തെ മുഖമൂട് അഴിഞ്ഞു വീഴും. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഈ ലോകത്തിന്റെ സഹജമായ സ്വഭാവമാണ്. ഈ ഒരു വലിയ സത്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആര് നിങ്ങളെ വിട്ടുപോയാലും ആര് നിങ്ങളെ ചതിച്ചാലും അത് നിങ്ങളെ വല്ലാതെ തളർത്തുകയില്ല. കാരണം ഇത് ലോകത്തിന്റെ രീതിയാണെന്നും ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തും. നിങ്ങൾ വൈകാരികതയുടെ അടിമത്തത്തിൽ നിന്നും പുറത്തുകിടക്കും. ഒരാൾ നിങ്ങളെ ചതിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമെന്താണെന്നറിയാമോ? അവർ ഉടൻ തന്നെ പ്രതികരിക്കും. നിങ്ങൾ കരഞ്ഞുകൊണ്ട് അവരോട് പരാതി പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വാട്സാപ്പിൽ വലിയ പാരഗ്രാഫുകൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോണിലൂടെ വലിയ ദേഷ്യത്തിൽ അവരോട് വഴക്കിടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദൗർബല്യമാണ് അവരുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന സത്യം നിങ്ങൾ അവർക്ക് മുൻപിൽ സമ്മതിച്ചു കൊടുക്കുകയാണ്. അവർ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ തകർന്നു കാണണം. നിങ്ങൾ അവർക്ക് മുൻപിൽ യാചിക്കണം. അത് അവരുടെ അഹങ്കാരത്തിന് നൽകുന്ന വലിയൊരു വിജയമാണ്. ചാണക്യൻ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ ശത്രുവിനു മുൻപിൽ, നിങ്ങളെ ദ്രോഹിച്ചവനു മുൻപിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീർ വീഴരുത്. നിങ്ങളുടെ വേദന അവർ അറിയരുത്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കും. അവർ നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കും. അതുകൊണ്ട് ഒരാൾ നിങ്ങളെ ചതിച്ചു എന്ന് മനസ്സിലായാൽ, നിങ്ങൾക്ക് വില തരുന്നില്ല എന്ന് ബോധ്യമായാൽ, ആ നിമിഷം തന്നെ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കുക. അവരെ തിരുത്താനോ അവർ ചെയ്ത തെറ്റ് അവരെ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കരുത്. അവർക്കൊരു അവസാന അവസരം കൂടി നൽകാമെന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങളെ ചതിച്ച വ്യക്തിക്ക് താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് വളരെ വ്യക്തമായി അറിയാം. അറിഞ്ഞുകൊണ്ട് ചതിച്ചവനെ, മനഃപൂർവ്വം നിങ്ങളെ അപമാനിച്ചവനെ നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ വില കളയുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് അവിടെ യാതൊരു വിലയുമുണ്ടാകില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസിച്ചവർ ചതിക്കുമ്പോൾ നമ്മൾ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയാണോ? അവരെ തിരികെ ചതിക്കുകയാണോ? അവർക്ക് നേരെ ചെളിവാരിയെറിയുകയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതാകും. ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം നിങ്ങളുടെ നിശബ്ദതയാണ്. അതെ,
തികഞ്ഞ ഭയാനകമായ നിശബ്ദത. നിങ്ങളെ ചതിച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്നുണ്ടാകും. നിങ്ങൾ കരയുമെന്നും വഴക്കിടുമെന്നും മറ്റുള്ളവരോട് പോയി അവരെക്കുറിച്ച് കുറ്റം പറയുമെന്നും അവർ കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ അവർക്ക് മുൻപിൽ നിങ്ങൾ തികഞ്ഞ നിശബ്ദത പാലിച്ചാൽ അതവരിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും. എന്തുകൊണ്ടാണ് അവൻ യാതൊന്നും പ്രതികരിക്കാത്തത്? അവൻ എന്തെങ്കിലും വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അതോ എന്നെ അവനൊരു വിലക്കെടുക്കുന്നില്ലേ? ഈ ചിന്ത അവരുടെ മനസ്സിൽ ഒരു ഭയമായി, ഒരു വലിയ അസ്വസ്ഥതയായി വളരും. നിങ്ങളുടെ നിശബ്ദത അവരെ വല്ലാതെ വേട്ടയാടും. നിങ്ങൾ അവരെ പൂർണ്ണമായും അവഗണിക്കുക. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ പെരുമാറുക. സോഷ്യൽ മീഡിയയിൽ അവരെ ബ്ലോക്ക് ചെയ്യുക, അവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനം അവഗണനയാണ്. നിങ്ങളെ ചതിച്ച വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മായ്ച്ചു കളയുക. അവർക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും ഇനി ഒരു നിമിഷം പോലും പാഴാക്കരുത്. പാമ്പിന്റെ ഉദാഹരണമാണ് ചാണക്യൻ ഇതിനായി നൽകുന്നത്. വിഷമില്ലാത്ത പാമ്പാണെങ്കിലും തനിക്ക് വിഷമുണ്ടെന്ന് അത് ശത്രുവിനെ വിശ്വസിപ്പിക്കണം. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയം പൊട്ടുന്ന സങ്കടമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ തലയുയർത്തി മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ആ തലയെടുപ്പ് കാണുമ്പോൾ തന്നെ ശത്രു പകുതി തോറ്റുകഴിയും. പ്രതികാരം എങ്ങനെയായിരിക്കണമെന്നതിന് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് സാക്ഷാൽ ചാണക്യന്റെ സ്വന്തം ജീവിതം തന്നെയാണ്. നന്ദവംശത്തിലെ അഹങ്കാരിയായ രാജാവ് ധനനന്ദൻ തന്റെ കൊട്ടാരത്തിൽ വെച്ച് ചാണക്യനെ വലിയ സദസ്സിനു മുന്നിൽ വെച്ച് അപമാനിക്കുകയും അദ്ദേഹത്തെ പിടിച്ചുകുലുക്കി പുറത്താക്കുകയും ചെയ്തു. അപമാനഭാരത്താൽ നീറുന്ന മനസ്സുമായി അവിടെ നിൽക്കുമ്പോൾ ചാണക്യൻ എന്തു ചെയ്തു? അദ്ദേഹം വാളെടുത്ത് രാജാവിനെ വെട്ടാൻ പോയോ? അതോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് രാജാവിനോട് മാപ്പു ചോദിച്ചോ? ഇല്ല. മറിച്ച് തന്റെ അഴിഞ്ഞുവീണ കുടുമ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തമായി, എന്നാൽ തീപാറുന്ന കണ്ണുകളോടെ ഒരു പ്രതിജ്ഞയെടുത്തു. ഈ അഹങ്കാരിയായ ധനനന്ദനെയും നന്ദവംശത്തെയും വേരോടെ പിഴുതണിയുന്നതുവരെ ഞാനിന്റെ ഈ കുടുമ കെട്ടില്ല. അവിടെ നിന്ന് യാതൊരു ബഹളവുമില്ലാതെ രാജാവിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അദ്ദേഹം നടന്നുപോയി. ധനനന്ദൻ കരുതിയത് ആ സാധുവായ ബ്രാഹ്മണൻ ഭയം നോടിയെന്നാണ്. എന്നാൽ ചാണക്യൻ തന്റെ ഉള്ളിലെ ആ അപമാനത്തെ, ആ ദേഷ്യത്തെ വലിയൊരു ഇന്ധനമാക്കി മാറ്റിവരികയായിരുന്നു. ആ അപമാനം നൽകിയ തീയിൽ അദ്ദേഹം ചന്ദ്രഗുപ്തൻ എന്ന ഒരു സാധാരണക്കാരനെ വാർത്തെടുത്തു. അവനെ യുദ്ധതന്ത്രങ്ങളും രാജ്യതന്ത്രങ്ങളും പഠിപ്പിച്ച് വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാക്കി മാറ്റി. വർഷങ്ങളോളം അദ്ദേഹം ആ പ്രതികാരത്തിനായി കാത്തിരുന്നു. ഒടുവിൽ താൻ പ്രതിജ്ഞയെടുത്തതുപോലെ തന്നെ നന്ദവംശത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ് ധനനന്ദനെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കി. അതാണ് യഥാർത്ഥ പ്രതികാരം. നിങ്ങൾക്കേറ്റ അപമാനത്തിന് അപ്പപ്പോൾ തന്നെ വാക്കുതർക്കങ്ങളിലൂടെ മറുപടി കൊടുക്കാതിരിക്കുക. ആ ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു തീയായി സൂക്ഷിക്കുക. അത് നിങ്ങളെ വലിയൊരു വിജയത്തിലേക്ക് നയിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റുക. നിങ്ങളുടെ കോപം നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. മറിച്ച് അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഊർജ്ജമാക്കി മാറ്റുക. നിങ്ങളെ പുച്ഛിച്ചവർക്കും ചതിച്ചവർക്കും നിങ്ങൾ നൽകേണ്ട യഥാർത്ഥ മറുപടി എന്താണ്? നിങ്ങളുടെ വമ്പിച്ച വിജയമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതെ, നിങ്ങളുടെ വിജയം സംസാരിക്കണം. നിങ്ങളെ ആരാണോ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചത് അവരുടെ മുൻപിൽ ഏറ്റവും മികച്ച രീതിയിൽ ജീവിച്ചു കാണിക്കുക. നിങ്ങൾ തകർന്നുപോകുമെന്നവർ കരുതിയിടത്ത് നിങ്ങളുടെ വിജയം കൊണ്ട് നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണം. ഇന്നലെ വരെ നിങ്ങളുടെ സമയം അപഹരിച്ചിരുന്ന ആ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി ആ സമയം മുഴുവൻ നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. നിങ്ങളുടെ കരിയറിലേക്ക്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ചതിച്ചവർ നാളെ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടണം. താൻ ഒഴിവാക്കിയ മനുഷ്യൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കണ്ട് അവരുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധവും ഭയവും നിറയണം. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും പേടിയാകണം. ഇതല്ലാതെ അവരുമായി തെരുവിലിറങ്ങി തല്ലുകൂടിയാൽ നിങ്ങൾക്കൊരിക്കലും ഈ ബഹുമാനം ലഭിക്കില്ല. വലിയൊരു വിജയമാണ് ഏറ്റവും മികച്ച പ്രതികാരമെന്നോർക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസും നിങ്ങളുടെ പദവിയും നിങ്ങളുടെ മാറ്റവുമായിരിക്കണം അവർക്കുള്ള മറുപടി. നിങ്ങളുടെ പഴയ പതിപ്പിനെ അവർ തകർത്തിട്ടുണ്ടാകാം. എന്നാൽ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പുതിയ പതിപ്പ് അവർക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കണം. അത്രത്തോളം ഉയരത്തിൽ നിങ്ങൾ പറക്കണം. നിങ്ങളുടെ വിജയത്തിന്റെ ശബ്ദം അവരുടെ കാതുകളെ തുളയ്ക്കണം. അതാണ് ചാണക്യൻ പറയുന്ന രാജകീയമായ പ്രതികാരം. അപ്പോൾ ചതിച്ചവരോട് ക്ഷമിക്കണമെന്നാണോ പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നശിക്കാതിരിക്കാൻ ആ പഴയ സംഭവങ്ങളെ മനസ്സിൽ നിന്നിറക്കി വിടുക എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരാൾ പൊള്ളണമെന്നാഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ തീക്കനൽ ആദ്യം നിങ്ങളുടെ കൈകളെയാണ് ദഹിപ്പിക്കുക. അതുപോലെയാണ് മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത ദേഷ്യവും. അത് നശിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനത്തെയാണ്. അതുകൊണ്ട് അവരെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. എന്നാൽ അവർ പഠിപ്പിച്ച ആ വലിയ പാഠം ഒരിക്കലും മറക്കരുത്. തകർന്ന ഒരു മൺകലം എത്ര സൂക്ഷിച്ചൊട്ടിച്ചു വെച്ചാലും അതിലെപ്പോഴും ആ വിള്ളൽ കാണാൻ സാധിക്കും. അതുപോലെയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും.
ഒരിക്കൽ നിങ്ങളെ ചതിച്ച വ്യക്തി അവരുടെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു നിലയിലെത്തുമ്പോൾ വീണ്ടും സ്നേഹം നടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. അവർക്ക് തെറ്റുപറ്റിയെന്നും നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അവർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അന്ന് നിങ്ങൾ പഴയതൊന്നും ഓർക്കാതെ വീണ്ടും അവരെ വിശ്വസിച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഒരു തവണ ചതിച്ചവൻ വീണ്ടും ചതിക്കും. അതുകൊണ്ട് ഹൃദയത്തിന്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ എന്നേക്കുമായി കൊട്ടിയടയ്ക്കുക. അവർക്കൊരു പുഞ്ചിരി നൽകാം, എന്നാൽ പഴയ സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അവർക്ക് നൽകരുത്. നിങ്ങൾ അവരെ മറന്നിട്ടില്ല എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അവർക്ക് മനസ്സിലാകണം. നിങ്ങളെ ചതിച്ചവരോർത്തുള്ള കരച്ചിൽ ഇന്നത്തോടെ, ഈ നിമിഷത്തോടെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന് യാതൊരു വിലയുമില്ലാത്തവരുടെ മുന്നിൽ എന്തിനാണ് നിങ്ങൾ ആ വിലപ്പെട്ട കണ്ണുനീരൊഴുക്കിക്കളയുന്നത്? എഴുന്നേൽക്കുക. നിങ്ങളൊരു ദുർബലനല്ല. ഈ സംഭവം നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പ്രകൃതി തന്നെ നിങ്ങൾക്ക് തന്ന ഒരു വലിയ അവസരമാണ്. വ്യാജന്മാരായ ചില ആളുകൾ നിങ്ങളുടെ കൂടെയുള്ളതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒറ്റയ്ക്ക് ലക്ഷ്യത്തിലേക്ക് നടക്കുന്നതാണ്. നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെ പ്രപഞ്ചം തന്നെ എടുത്തുമാറ്റിയതാണ് എന്ന് വിശ്വസിക്കുക. ഇന്നലെ വരെ നിങ്ങൾ വികാരങ്ങൾക്കടിമപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായിരിക്കാം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച ഒരാളായിരിക്കാം. എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം കുതിക്കുന്ന ഒരു പോരാളിയായി നിങ്ങൾ മാറണം. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇന്നത്തോടെ, ഈ നിമിഷത്തോടെ അവസാനിക്കുകയാണ്. നാളെ നിങ്ങൾ പുറത്തേക്കിറങ്ങുന്നത് പഴയ മനുഷ്യനല്ല, പകരം വിജയിക്കാൻ ഉറപ്പിച്ച, ആർക്കും തകർക്കാൻ കഴിയാത്തത്ര ശക്തനായ ഒരു പുതിയ മനുഷ്യനായാണ്. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിൽ ഇടപെടാനോ അതിനെ തകർക്കാനോ മറ്റാർക്കും അധികാരമില്ല. ആ അധികാരം നിങ്ങൾ തന്നെ മറ്റുള്ളവരിൽ നിന്നും തിരികെ പിടിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലൊരു തീയായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ വലിയ വിജയത്തിലൂടെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഇന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ ഇനി ഒരടി പോലും പിന്നോട്ട് പോകില്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ "ഐ വിൽ വിൻ" എന്നു രേഖപ്പെടുത്തുക. ഇത് കേവലം ഒരു കമന്റല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ജീവിതത്തോടുള്ള നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഓരോ ചുവടുവെപ്പിലും ഈ ചാനൽ എപ്പോഴും കൂടെയുണ്ടാകും. നിങ്ങളുടെ വമ്പിച്ച വിജയത്തിന്റെ കഥ ലോകം കേൾക്കുന്ന ആ ദിവസത്തിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണു നട്ടിരിക്കുക. നന്ദി, നമസ്കാരം.